പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരള് കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റം കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ ലവലേശം സരിക്കില്ല ഈമാന് ഏറ്റം ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹദന്ന് അടിമുടി കറുത്ത ബിലാലാണ് അവർ ആത്മാവിൻ വെള്ളാമ്പൽ പൂവാണ് അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു ഉടൻ അടിമത്വം മോചിപ്പിച്ചെടുക്കുന്നു. എത്ര മനോഹരമായ വരികളാണല്ലേ. കേരളത്തിലെ ഒട്ടുമിക്ക ഗായകന്മാരും പല പ്രോഗ്രാമുകളിലും പല ഗാനമേള ട്രിപ്പുകളിലൊക്കെ ഈ പാട്ട് പാടാറുണ്ട്. സദസ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ ഈ മനോഹരമായ വരികൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ആ മഹാനായ കവിയെ പലപ്പോഴും ആരും ഓർക്കാറില്ല. ഇത്രയും മനോഹരമായ ആ പാട്ടെഴുത കവിയാണ് കാസർഗോഡ് ജില്ലയുടെ സ്വന്തം മർഹൂം MK അഹമ്മദ് പള്ളിക്കര സാഹിബ്. 1000ഓളം ഗാനങ്ങളാണ് അദ്ദേഹം മലയാളി സമൂഹത്തിന് സമ്മാനിച്ചത്. ബേക്കൽ കോട്ടയുടെ അരികിലിരുന്ന് MK അഹമ്മദ് പള്ളിക്കര സാഹിബ് രചിച്ച 1000ഓളം ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ചുണ്ടിൽ ഇന്നും പാടി നടക്കുന്നുണ്ട്. കത്തുന്ന ഗർഭല ഭൂമി കരഞ്ഞിടുന്ന കഥയിതു കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നേ. എത്ര മനോഹരമായ വരികളാണല്ലോ. അതിൽ ഓരോ വരികളും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇളക്കി മറിക്കുന്ന വളരെ ഹൃദ്യമായ വരികളാണ് അദ്ദേഹം ആ പാട്ടിൽ രചിച്ചിട്ടുള്ളത്. പിന്നെയും ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ഈ കാസർഗോഡിൻ്റെ മഹാനായ കവി കേരളത്തിന് സമ്മാനിച്ചു. കദളിപ്പൂവിൻ മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർ ചൂടുന്നേ കഥ മാറുന്നു കരൾ ഞേട്ടുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിമിൻ. ഇത്രയും ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച ആ മഹാനായ കവിയെ ഓർക്കാൻ ആരുമില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത്. ഒരുപാട് ഗായകന്മാർ, ഒരുപാട് സാംസ്കാരിക നായകന്മാർ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരും വന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. കാസർഗോഡ് ജില്ല എന്നും അവഗണനയുടെ ദുരിതം പേറി നടക്കുമ്പോഴും ഇല്ലായ്മയുടെ ആഴ്മുളം പാട്ടുകൾ പാടി നടക്കുമ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ പാട്ടും കടന്നുകൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തിമിർത്ത് പാടുമ്പോൾ ഗായകന്മാരും അവതാരകരും അദ്ദേഹത്തെ മറന്നു പോകുന്നത് വളരെ സങ്കടകരമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി പ്രശസ്തരായ ഒരുപാട് ഗായകന്മാർ കേരളത്തിലുണ്ട്. ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസമാകുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു മരണാനന്തര ബഹുമതിയെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്.